എല്ലാവർക്കും നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ വികാസവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് സബ്സിഡിയറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. ഈ വിഷയം UGC, NET, JRF, PSC തുടങ്ങിയ മത്സരപരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേവലം ഈ രണ്ട് നയങ്ങൾ എന്താണെന്ന് മാത്രം പഠിക്കുന്നില്ല. ബ്രിട്ടീഷ് പാർലമെന്റ് എങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ഇടപെട്ടത്, കമ്പനിയുടെ കീഴിലുള്ള നാട്ടുരാജ്യങ്ങളോടുള്ള ബ്രിട്ടീഷുകാരുടെ സമീപനം എങ്ങനെ മാറി, സബ്സിഡിയറി അലയൻസ് എങ്ങനെ പ്രവർത്തിച്ചു, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എങ്ങനെ നടപ്പിലാക്കി, ഏതെല്ലാം നാട്ടുരാജ്യങ്ങൾ ഇതിലൂടെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി, ഒടുവിൽ ഈ നയങ്ങൾ 1857 കലാപവുമായി എങ്ങനെ ബന്ധപ്പെട്ടു വന്നു എന്നെല്ലാം വിശദമായി നോക്കാം. പഠനലക്ഷ്യങ്ങൾ. ആദ്യം ഈ യൂണിറ്റിന്റെ പഠനലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം. ഈ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ സബ്സിഡിയറി സംവിധാനത്തിന്റെയും ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെയും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനും കഴിയും. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലിന്റെ സ്വഭാവവും വ്യാപ്തിയും താരതമ്യം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കൊളോണിയലിസത്തിന്റെ വ്യാപാര മൂലധന ഘട്ടവും ധനമൂലധന ഘട്ടവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും കഴിയും. പശ്ചാത്തലം. ഇനി ഈ നയങ്ങൾ എന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്ന് നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങളിൽ കാര്യമായ മാറ്റം സംഭവിച്ചു. ആദ്യകാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറ്റ് യൂറോപ്യൻ ശക്തികളുമായി, പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരുമായി, നിരവധി സംഘർഷങ്ങളിലും യുദ്ധങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ഈ തുടർച്ചയായ യുദ്ധങ്ങൾ കമ്പനിക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി. ഇന്ത്യയിൽ സ്ഥിരമായ സൈന്യത്തെ നിലനിർത്തുന്നതിനും യുദ്ധങ്ങൾ നടത്തുന്നതിനും വലിയ തുക ആവശ്യമായി വന്നു. അതേസമയം കമ്പനിയുടെ ലാഭം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാര്യം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇടപെടലാണ്. ബംഗാളിലെ കമ്പനി ഉദ്യോഗസ്ഥരുടെ അഴിമതിയും ഭരണത്തിലെ ക്രമക്കേടുകളും ബ്രിട്ടനിൽ വലിയ വിമർശനത്തിന് കാരണമായി. കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായി. ഇത്തരം സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ ആരംഭിച്ചത്. അതേസമയം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ നേരിട്ട് യുദ്ധം ചെയ്ത് കീഴടക്കുന്നതിനേക്കാൾ അവരുടെ സൈനികവും സാമ്പത്തികവുമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബ്രിട്ടീഷുകാരെ ആശ്രയിക്കുന്നവരാക്കി മാറ്റുന്ന നയങ്ങളും കമ്പനി സ്വീകരിച്ചു. ഇതിന്റെ പ്രധാന ഉദാഹരണങ്ങളാണ് സബ്സിഡിയറി അലയൻസിയും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഇടപെടലുകൾ. ഇനി പാർലമെന്റിന്റെ ഇടപെടലുകൾ ഓരോന്നായി നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് പാർലമെന്റ് നടത്തിയ ആദ്യത്തെ പ്രധാന നേരിട്ടുള്ള ഇടപെടലായിരുന്നു 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബംഗാളിലെ കമ്പനിയുടെ ഭരണത്തിലെ അഴിമതിയും ക്രമക്കേടുകളും അന്വേഷിച്ചതിനു ശേഷമാണ് ഈ നിയമം കൊണ്ടുവന്നത്. ഈ നിയമപ്രകാരം ബംഗാളിലെ ഫോർട്ട് വില്യം പ്രസിഡൻസിയിൽ ഗവർണർ ജനറൽ എന്ന പദവി രൂപീകരിച്ചു. അദ്ദേഹത്തെ സഹായിക്കാൻ 4 കൗൺസിലർമാരും ഉണ്ടായിരുന്നു. ഗവർണർ ജനറലും കൗൺസിലും ചേർന്ന് ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ എന്ന ഭരണസംവിധാനം രൂപീകരിച്ചു. വാറൻ ഹേസ്റ്റിംഗ്സ് ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറലായി. മദ്രാസ്, ബോംബെ പ്രസിഡൻസികളുടെ ഭരണവും ബംഗാൾ ഗവർണർ ജനറലിന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കി. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കേന്ദ്രീകരണത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു. മറ്റൊരു പ്രധാന വ്യവസ്ഥ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചതാണ്. സർ എലിജ ഇംബെ ആയിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ്. എന്നാൽ റെഗുലേറ്റിംഗ് ആക്ടിന് ചില പ്രധാന പരിമിതികൾ ഉണ്ടായിരുന്നു. കമ്പനി ഉദ്യോഗസ്ഥരുടെ അഴിമതി പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല. പാർലമെന്റിന്റെ നിയന്ത്രണം ഫലപ്രദമാക്കുന്നതിനുള്ള സംവിധാനവും പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ശക്തമായ ഒരു നിയമം ആവശ്യമായി വന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784.
അടുത്ത പ്രധാന നിയമമാണ് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റിന്റെ പേരിലാണ് ഈ നിയമം അറിയപ്പെടുന്നത്. ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇരട്ട നിയന്ത്രണ സംവിധാനം. ഒരു ഭാഗത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയന്ത്രണത്തിനായി ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചു. അങ്ങനെ കമ്പനിയുടെ വ്യാപാരപരവും ഭരണപരവുമായ കാര്യങ്ങളിൽ കമ്പനിക്ക് ഒരു പങ്ക് തുടരുമ്പോഴും ഇന്ത്യയിലെ രാഷ്ട്രീയ ഭരണ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയന്ത്രണം കൂടുതൽ ശക്തമായി. ഇതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രധാന പ്രാധാന്യം. ബംഗാൾ പ്രസിഡൻസിയുടെ ആധിപത്യം മദ്രാസ്, ബോംബെ പ്രസിഡൻസികളിലേക്കും വ്യാപിച്ചു. ഇതോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് കൂടുതൽ കേന്ദ്രീകൃതമായ രൂപം ലഭിച്ചു. ചാർട്ടർ ആക്ട് 1813. അടുത്ത പ്രധാന നിയമം 1813 ചാർട്ടർ ആക്ടാണ്. ഈ നിയമം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ വ്യാപാര കുത്തകയ്ക്ക് വലിയ തിരിച്ചടി നൽകി. ഇന്ത്യയുമായുള്ള പൊതുവ്യാപാരത്തിലെ കമ്പനിയുടെ കുത്തക അവസാനിപ്പിച്ചു. എന്നാൽ ചായ വ്യാപാരത്തിലും ചൈനയുമായുള്ള വ്യാപാരത്തിലും കമ്പനിയുടെ പ്രത്യേക അവകാശങ്ങൾ തുടർന്നു. കമ്പനിയുടെ പ്രാദേശിക വരുമാനവും വ്യാപാര ലാഭവും കൂടുതൽ നിയന്ത്രണ വിധേയമാക്കി. ഇന്ത്യയിലെ പ്രാദേശിക സർക്കാരുകൾക്ക് നികുതി ചുമത്താനും നികുതി അടയ്ക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനും അധികാരം നൽകി. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമായി. ചാർട്ടർ ആക്ട് 1833. ഇനി വളരെ പ്രധാനപ്പെട്ട 1833 ചാർട്ടർ ആക്ട്. ഈ നിയമം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അങ്ങനെ കമ്പനി ഒരു വ്യാപാര സ്ഥാപനം എന്ന നിലയിൽ നിന്ന് പ്രധാനമായും ഒരു ഭരണസ്ഥാപനമായി മാറി. മറ്റൊരു പ്രധാന മാറ്റം, ബംഗാളിന്റെ ഗവർണർ ജനറലിനെ ഇന്ത്യയുടെ ഗവർണർ ജനറലാക്കി. ലോർഡ് വില്യം ബെന്റിംഗ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി. ഇതോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളുടെ ഭരണത്തിൽ കൂടുതൽ കേന്ദ്രീകരണം നടന്നു. ഗവർണർ ജനറലിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ അധികാരം കൂടുതൽ കേന്ദ്രീകരിച്ചു. ഇന്ത്യയിലെ നിയമങ്ങളെ ഏകീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കും ഈ നിയമം വഴിയൊരുക്കി. ഇങ്ങനെ 1833 ചാർട്ടർ ആക്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കേന്ദ്രീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടമായി. ചാർട്ടർ ആക്ട് 1853. അടുത്തത് 1853 ചാർട്ടർ ആക്ട്. ഇന്ത്യയിലെ ആധുനിക ഭരണ സംവിധാനത്തിന്റെ വളർച്ചയിൽ ഈ നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായി ഗവർണർ ജനറലിന്റെ കൗൺസിലിലെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും ഭരണനിർവഹണ പ്രവർത്തനങ്ങളും വേർതിരിക്കുന്നതിനുള്ള സംവിധാനം കൊണ്ടുവന്നു. നിയമനിർമ്മാണ വിഭാഗം കൂടുതൽ വ്യക്തമായ നിയമനിർമ്മാണ പ്രവർത്തനം നടത്താൻ തുടങ്ങി. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള നിയമനത്തിൽ തുറന്ന മത്സരപരീക്ഷാ സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള അടിത്തറ ഈ നിയമം ഒരുക്കി. ഇത് നടപ്പാക്കുന്നതിനായി 1854 മക്കോളെ കമ്മിറ്റി രൂപീകരിച്ചു. അങ്ങനെ 1773 മുതൽ 1853 വരെയുള്ള പാർലമെന്ററി ഇടപെടലുകളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ ഒരു വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് ബ്രിട്ടീഷ് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണ സംവിധാനമായി മാറി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴടക്കൽ നയത്തിലെ മാറ്റം. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. 19-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴടക്കൽ നയത്തിൽ വലിയ മാറ്റമുണ്ടായി. ആദ്യകാലത്ത് കമ്പനി നേരിട്ടുള്ള സൈനിക യുദ്ധങ്ങളിലൂടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് തുറന്ന യുദ്ധത്തിനു പകരം നയതന്ത്രപരവും രാഷ്ട്രീയവുമായ മാർഗങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധത്തിന്റെ വലിയ ചെലവ്, കമ്പനിയുടെ ലാഭത്തിലെ കുറവ്, ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയന്ത്രണം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ നിയന്ത്രിക്കാനുള്ള പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ആവശ്യകത.
ഈ സാഹചര്യത്തിലാണ് സബ്സിഡിയറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും പ്രധാന രാഷ്ട്രീയ ആയുധങ്ങളായി മാറിയത്. സബ്സിഡിയറി അലയൻസ്. ഇനി സബ്സിഡിയറി അലയൻസ് വിശദമായി നോക്കാം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ശക്തിയുടെ പരിധിയിൽ കൊണ്ടുവരുന്നതിനായി ഉപയോഗിച്ച പരോക്ഷ ആധിപത്യത്തിന്റെ നയമായിരുന്നു സബ്സിഡിയറി അലയൻസ്. ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലിയാണ്. അദ്ദേഹം 1798 മുതൽ 1805 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ ആശയം വെല്ലസ്ലി ആദ്യമായി കണ്ടുപിടിച്ചതല്ല. ഫ്രഞ്ച് ഗവർണറായ ഡ്യൂപ്ലെക്സ് മുമ്പ് ഇതിന് സമാനമായ ഒരു ആശയം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇതിനെ ശക്തമായ ഒരു രാഷ്ട്രീയ സംവിധാനമായി വികസിപ്പിച്ച് വ്യാപകമായി നടപ്പിലാക്കിയത് ലോർഡ് വെല്ലസ്ലിയായിരുന്നു. സബ്സിഡിയറി അലയൻസിന്റെ അടിസ്ഥാന ആശയം വളരെ ലളിതമാണ്. ഇന്ത്യൻ ഭരണാധികാരി ബ്രിട്ടീഷുകാരുടെ സംരക്ഷണം സ്വീകരിക്കും. പകരം ബ്രിട്ടീഷുകാർക്ക് സൈനികവും വിദേശനയപരവുമായ നിയന്ത്രണം ലഭിക്കും. സബ്സിഡിയറി അലയൻസിന്റെ പ്രധാന സവിശേഷതകൾ. ഇനി ഓരോ സവിശേഷതയും ശ്രദ്ധിക്കാം. ഒന്നാമതായി, സഖ്യത്തിൽ പ്രവേശിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി തന്റെ സ്വന്തം സൈന്യത്തിന്റെ ശക്തി കുറയ്ക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യേണ്ടി വന്നു. പകരം ബ്രിട്ടീഷ് സൈന്യത്തെ തന്റെ രാജ്യത്ത് നിലനിർത്തണം. രണ്ടാമതായി, ഈ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പരിപാലന ചെലവ് ഇന്ത്യൻ ഭരണാധികാരി തന്നെ വഹിക്കണം. ഈ തുകയാണ് സബ്സിഡി എന്ന് വിളിച്ചത്. മൂന്നാമതായി, സബ്സിഡി നൽകാൻ കഴിയാതെ വന്നാൽ പണത്തിന് പകരം രാജ്യത്തിന്റെ ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. നാലാമതായി, സഖ്യത്തിൽ പ്രവേശിച്ച ഭരണാധികാരിക്ക് മറ്റൊരു വിദേശ ശക്തിയുമായി ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ നയതന്ത്രബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. മറ്റൊരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി പോലും ബ്രിട്ടീഷുകാരുടെ അനുമതിയില്ലാതെ സഖ്യമുണ്ടാക്കാൻ പാടില്ല. അഞ്ചാമതായി, നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനത്ത് ബ്രിട്ടീഷ് റെസിഡന്റിനെ നിയമിച്ചു. ഈ റെസിഡന്റ് ആ നാട്ടുരാജ്യത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ബ്രിട്ടീഷ് താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു. ആറാമതായി, പകരമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിദേശാക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാമെന്ന് ഉറപ്പു നൽകി. പക്ഷേ ഈ സംരക്ഷണത്തിന് വലിയൊരു രാഷ്ട്രീയ വിലയുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അവരുടെ സൈനിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അവരുടെ വിദേശനയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ക്രമേണ അവർ ബ്രിട്ടീഷുകാരെ ആശ്രയിക്കുന്ന ഭരണാധികാരികളായി മാറി. അങ്ങനെ അവരുടെ രാജ്യങ്ങൾ പ്രായോഗികമായി ബ്രിട്ടീഷ് സംരക്ഷിത രാജ്യങ്ങളായി മാറി. സബ്സിഡിയറി അലയൻസിന്റെ പരിണാമം. സബ്സിഡിയറി അലയൻസ് തുടക്കം മുതൽ ഇന്നത്തെ രൂപത്തിലായിരുന്നില്ല. ഇത് ഘട്ടം ഘട്ടമായി വികസിച്ചു. ആദ്യഘട്ടത്തിൽ കമ്പനി ഒരു നാട്ടുരാജ്യത്തിന് സൈനിക സഹായം നൽകുകയും അതിനു പകരം ഒറ്റത്തവണ വലിയൊരു തുക സ്വീകരിക്കുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ സ്ഥിരമായി ഒരു ബ്രിട്ടീഷ് സൈനിക സംഘത്തെ നിലനിർത്തുകയും അതിനു പകരം വാർഷിക സബ്സിഡി വാങ്ങുകയും ചെയ്തു. ആ സമയത്ത് സൈന്യം പ്രധാനമായും കമ്പനി നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ തന്നെ സഖ്യരാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിച്ചു. ഇതോടെ ആ നാട്ടുരാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സ്വാധീനം ലഭിച്ചു. നാലാം ഘട്ടത്തിൽ പണം നൽകുന്നതിന് പകരം രാജ്യത്തിന്റെ ചില പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് സ്ഥിരമായി വിട്ടുകൊടുക്കുന്ന രീതി ശക്തമായി. അങ്ങനെ സബ്സിഡിയറി അലയൻസ് ഒരു സൈനിക സഹായ ഉടമ്പടിയിൽ നിന്ന് ബ്രിട്ടീഷ് പ്രദേശ വ്യാപനത്തിനുള്ള ശക്തമായ രാഷ്ട്രീയ ഉപകരണമായി മാറി. കമ്പനിക്ക് ലഭിച്ച നേട്ടങ്ങൾ. ഇനി സബ്സിഡിയറി അലയൻസ് കമ്പനിക്ക് നൽകിയ നേട്ടങ്ങൾ നോക്കാം. ആദ്യമായി ഇന്ത്യയിലെ ഫ്രഞ്ച് സ്വാധീനം ഇല്ലാതാക്കാൻ ഇത് സഹായിച്ചു. സഖ്യത്തിൽപ്പെട്ട നാട്ടുരാജ്യങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ ശക്തികളുമായി സ്വതന്ത്രമായി ബന്ധപ്പെടാൻ കഴിയാതിരുന്നതിനാൽ ഫ്രഞ്ചുകാർക്ക് ഇന്ത്യയിൽ വീണ്ടും ശക്തി നേടാനുള്ള സാധ്യത കുറഞ്ഞു. രണ്ടാമതായി, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്രമായ രാഷ്ട്രീയ ബന്ധം ദുർബലമായി. മൂന്നാമതായി, നാട്ടുരാജ്യങ്ങളുടെ വിദേശനയം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി.
നാലാമതായി, ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പരിപാലന ചെലവ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ തന്നെ വഹിക്കേണ്ടി വന്നു. അഞ്ചാമതായി, സബ്സിഡി നൽകാൻ കഴിയാത്തപ്പോൾ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നതിനാൽ ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രദേശങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതിനാൽ വളരെ വലിയ സൈനിക ചെലവില്ലാതെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ ആധിപത്യം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യൻ ഭരണാധികാരികൾ പേരിൽ രാജാക്കന്മാരായി തുടർന്നെങ്കിലും യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പ്രധാന രാഷ്ട്രീയ ശക്തിയായി മാറി. സബ്സിഡിയറി അലയൻസിന് കീഴിലുള്ള നാട്ടുരാജ്യങ്ങൾ. ഇനി പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ നോക്കാം. ആദ്യം അവധ്. ബക്സാർ യുദ്ധം നടന്നത് 1764 ബക്സാർ യുദ്ധത്തിനു ശേഷം അവധിലെ നവാബുമായി ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായ ബന്ധം പിന്നീട് സബ്സിഡിയറി സംവിധാനത്തിന്റെ ഒരു പ്രധാന മുൻഘട്ടമായി മാറി. വെല്ലസ്ലിയുടെ കാലത്ത് അവധിന് കൂടുതൽ ശക്തമായ സബ്സിഡിയറി ബാധ്യതകൾ ഏർപ്പെടുത്തി. അതിനാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. വെല്ലസ്ലിയുടെ കാലത്തെ പൂർണ്ണരൂപത്തിലുള്ള സബ്സിഡിയറി അലയൻസിന്റെ ആദ്യ പ്രധാന അംഗം ആരായിരുന്നു എന്ന ചോദ്യത്തിന് സാധാരണയായി ഹൈദരാബാദിലെ നിസാം എന്നാണ് ഉത്തരം നൽകുന്നത്. ഹൈദരാബാദ്. 1798 ഹൈദരാബാദിലെ നിസാം സബ്സിഡിയറി അലയൻസിന്റെ പൂർണ്ണരൂപം സ്വീകരിച്ചു. ഇവിടെ ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഫ്രഞ്ച് സ്വാധീനം ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഹൈദരാബാദിലെ ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന ബന്ധം അവസാനിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ നിസാമിനെ നിർബന്ധിച്ചു. അതോടൊപ്പം മറ്റ് ഇന്ത്യൻ ശക്തികളുമായി സ്വതന്ത്ര സഖ്യം ഉണ്ടാക്കുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. മൈസൂർ. ഇനി മൈസൂർ. 1799 ടിപ്പു സുൽത്താന്റെ മരണത്തോടെ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചു. അതിനുശേഷം മൈസൂരിൽ പുതിയ ഭരണക്രമം സ്ഥാപിക്കുകയും ബ്രിട്ടീഷ് സ്വാധീനം ശക്തമാക്കുകയും ചെയ്തു. പുതിയ ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള സഖ്യസംവിധാനം അംഗീകരിക്കേണ്ടി വന്നു. അങ്ങനെ മൈസൂറും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ പരിധിയിൽ എത്തി. മറാത്ത സംസ്ഥാനങ്ങൾ. ഇനി മറാത്ത സംസ്ഥാനങ്ങൾ. മറാത്ത ശക്തിയെ ദുർബലപ്പെടുത്തുന്നതിൽ സബ്സിഡിയറി അലയൻസും ബ്രിട്ടീഷ് നയതന്ത്രവും വലിയ പങ്കുവഹിച്ചു. സിന്ധ്യ, ഗെയ്ക്വാഡ്, ഭോൺസ്ലെ, ഹോൾക്കർ തുടങ്ങിയ മറാത്ത ഭരണാധികാരികൾ വിവിധ ഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായി. 1802 ബസൈൻ ഉടമ്പടി വളരെ പ്രധാനമാണ്. പേഷ്വാ ബാജിറാവു രണ്ടാമൻ ബ്രിട്ടീഷുകാരുമായി ബസൈൻ ഉടമ്പടിയിൽ ഒപ്പുവച്ചു. ഇത് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നായി. പിന്നീട് മറാത്ത ശക്തി കൂടുതൽ ദുർബലമായി. 1818 മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിച്ചതോടെ മറാത്ത രാഷ്ട്രീയ ആധിപത്യത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ഇനി തിരുവിതാംകൂർ. തിരുവിതാംകൂറും ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുമായി സൈനിക രാഷ്ട്രീയ ബന്ധത്തിലായിരുന്നു. 1795 ഉടമ്പടി തിരുവിതാംകൂറിന്റെ ബ്രിട്ടീഷ് ബന്ധത്തിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ടിപ്പു സുൽത്താന്റെ തിരുവിതാംകൂറിനെതിരായ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിനെ പിന്തുണച്ചു. ഇതിലൂടെ ബ്രിട്ടീഷ് തിരുവിതാംകൂർ ബന്ധം കൂടുതൽ ശക്തമായി. ഇനി ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇനി നമ്മുടെ വിഷയത്തിലെ രണ്ടാമത്തെ പ്രധാന നയത്തിലേക്ക് വരാം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. സബ്സിഡിയറി അലയൻസിലൂടെ നാട്ടുരാജ്യങ്ങളെ പരോക്ഷമായി നിയന്ത്രിച്ച ശേഷം ബ്രിട്ടീഷുകാരുടെ പ്രദേശവ്യാപന നയം കൂടുതൽ ആക്രമണാത്മകമായി. ഈ സാഹചര്യത്തിലാണ് ലോർഡ് ഡൽഹൌസിയുടെ കാലത്ത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രധാനമായും പ്രയോഗിച്ചത്. ലോർഡ് ഡൽഹൌസി 1848 മുതൽ 1856 വരെ ഗവർണർ ജനറലായിരുന്നു. ഇത് പ്രധാനമായും അവകാശ പിന്തുടർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ലയന നയമായിരുന്നു. ഇന്ത്യൻ പാരമ്പര്യത്തിൽ ഒരു ഭരണാധികാരിക്ക് സ്വാഭാവിക അവകാശി ഇല്ലെങ്കിൽ ദത്തുപുത്രനെ സ്വീകരിക്കുന്ന പതിവുണ്ടായിരുന്നു. ദത്തുപുത്രന് പല സാഹചര്യങ്ങളിലും സ്വാഭാവിക പുത്രന് ലഭിക്കുന്നതുപോലെ കുടുംബപരവും രാഷ്ട്രീയപരവുമായ അവകാശങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ രാഷ്ട്രീയ അവകാശത്തെ അംഗീകരിച്ചില്ല. അവരുടെ വാദം എന്തായിരുന്നു? ദത്തുപുത്രന് ഭരണാധികാരിയുടെ സ്വകാര്യ സ്വത്ത് ലഭിക്കാം, എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം സ്വയം ലഭിക്കില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രയോഗിച്ചത്.
ഒരു നാട്ടുരാജാവിന് സ്വാഭാവിക പുരുഷാവകാശി ഇല്ലാതെ മരിക്കുകയും ബ്രിട്ടീഷുകാർ ദത്തുപുത്രന്റെ രാഷ്ട്രീയ അവകാശം അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ ആ രാജ്യം കമ്പനി പ്രദേശത്തോട് ലയിപ്പിക്കുകയായിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ സവിശേഷതകൾ. ഒന്നാമതായി, രാഷ്ട്രീയ പിന്തുടർച്ചയ്ക്കായി ദത്തെടുക്കുന്ന പാരമ്പര്യത്തെ ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചു. രണ്ടാമതായി, സ്വാഭാവിക പുരുഷാവകാശി ഇല്ലാത്ത നാട്ടുരാജ്യങ്ങൾ ലയിപ്പിക്കാൻ ബ്രിട്ടീഷുകാർക്ക് അവസരം ലഭിച്ചു. മൂന്നാമതായി, ദത്തുപുത്രൻ സ്വകാര്യ സ്വത്ത് ലഭിച്ചാലും രാജ്യത്തിന്റെ ഭരണാവകാശം നിഷേധിച്ചു. നാലാമതായി, ഈ നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പല നാട്ടുരാജ്യങ്ങളെയും നേരിട്ട് തങ്ങളുടെ സാമ്രാജ്യത്തിലേക്ക് ചേർത്തു. നയത്തിന്റെ പ്രത്യാഘാതങ്ങൾ. ഈ നയം ഇന്ത്യൻ ഭരണാധികാരികളിൽ വലിയ പ്രതിഷേധം സൃഷ്ടിച്ചു. തങ്ങളുടെ പാരമ്പര്യ അവകാശങ്ങൾ ബ്രിട്ടീഷുകാർ നിഷേധിക്കുന്നുവെന്ന് അവർ കരുതി. പല നാട്ടുരാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരം നഷ്ടപ്പെട്ടു. അവിടുത്തെ ജനങ്ങളിലും അതൃപ്തി വർദ്ധിച്ചു. ബ്രിട്ടീഷുകാരുടെ ലയനത്തിനെതിരായ രാഷ്ട്രീയ വിരോധം ശക്തമായി. ഇത് 1857 കലാപത്തിന്റെ പ്രധാന രാഷ്ട്രീയ ഭരണപരമായ കാരണങ്ങളിൽ ഒന്നായി മാറി. പ്രധാനപ്പെട്ട ലയിപ്പിക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ. ഡോക്ട്രിൻ ഓഫ് ലാപ്സുമായി ബന്ധപ്പെട്ട് സാധാരണയായി പഠിക്കുന്ന പ്രധാന രാജ്യങ്ങൾ: സതാര, സാമ്പൽപൂർ, നാൻസി, നാഗ്പൂർ തുടങ്ങിയവയാണ്. ഇവയുടെ ലയനവർഷങ്ങളിൽ വിവിധ പഠന ഗ്രന്ഥങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നതിനാൽ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഔദ്യോഗിക പഠനസാമഗ്രിയിലെ പട്ടികയാണ് മുൻഗണന നൽകേണ്ടത്. സതാര. സതാര വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മൂന്നാം ആംഗ്ലോ-മറാത്ത യുദ്ധത്തിന് ശേഷം സതാര ഒരു നാട്ടുരാജ്യമായി രൂപീകരിക്കപ്പെട്ടു. പ്രതാപ് സിംഗ് ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തെ 1838 സ്ഥാനഭ്രഷ്ടനാക്കി. തുടർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായ ഷാജി അഥവാ അപ്പാസാഹിബ് അധികാരത്തിലെത്തി. അദ്ദേഹം 1848 സ്വാഭാവിക അവകാശിയില്ലാതെ മരിച്ചപ്പോൾ കമ്പനി ദത്തുപുത്രനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് 1848 സതാര ബ്രിട്ടീഷുകാർ ലയിപ്പിച്ചു. അതുകൊണ്ട് സതാരയെ ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ ആദ്യ പ്രധാന ഉദാഹരണമായി ഓർക്കാം. സാമ്പൽപൂർ. അടുത്ത പ്രധാന ഉദാഹരണമാണ് സാമ്പൽപൂർ. സാമ്പൽപൂർ പ്രദേശത്തിന്റെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. മറാത്തരുടെ അധീനതയ്ക്ക് ശേഷം 1817 കമ്പനി വീണ്ടും അതിന്റെ നിയന്ത്രണം പുനഃസ്ഥാപിച്ചു. പിന്നീട് ഭരണാധികാരിക്ക് സ്വാഭാവിക പുരുഷാവകാശി ഇല്ലാതായ സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാർ സാമ്പൽപൂരിനെ ലയിപ്പിച്ചു. ഇതും ഡോക്ട്രിൻ ഓഫ് ലാപ്സുമായി ബന്ധപ്പെട്ട പ്രധാന ഉദാഹരണമാണ്. നാൻസി. ഇനി ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണം നാൻസി. നാൻസിയിലെ ഭരണാധികാരിയായ ഗംഗാധർ റാവുക്ക് സ്വാഭാവിക പുരുഷാവകാശി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മരണത്തിനു മുമ്പ് ഒരു ദത്തുപുത്രനെ സ്വീകരിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർ ആ ദത്തുപുത്രന്റെ രാഷ്ട്രീയ അവകാശം അംഗീകരിച്ചില്ല. ലോർഡ് ഡൽഹൌസി ഝാൻസിയെ ബ്രിട്ടീഷ് പ്രദേശത്തോട് ലയിപ്പിച്ചു. ഇതിനെതിരെ ഝാൻസിയുടെ റാണി ലക്ഷ്മിബായി ശക്തമായി പ്രതികരിച്ചു. പിന്നീട് 1857 കലാപത്തിൽ അവർ പ്രധാനപ്പെട്ട നേതാവായി മാറി. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ബന്ധം. ഡൽഹൌസി, ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ലാൻസി, റാണി ലക്ഷ്മിബായി, 1857. അവധിന്റെ ലയനം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അവധ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പ്രകാരം ലയിപ്പിച്ചതല്ല. ഇത് പ്രത്യേകം ഓർക്കണം. 1856 ഫെബ്രുവരി 7 അവധ് ബ്രിട്ടീഷുകാർ ലയിപ്പിച്ചു. അതിന് ഔദ്യോഗികമായി മുന്നോട്ടുവച്ച കാരണം ഭരണദുരുപയോഗം അഥവാ ദുർഭരണം ആയിരുന്നു. അതുകൊണ്ട് അവധ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ല. അവധ് ദുർഭരണം എന്ന ആരോപണം. അവധിന്റെ ലയനം 1857 കലാപത്തിന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണമായി. അവധിലെ ഭരണാധികാരികളും സൈനികരും ജനങ്ങളും ബ്രിട്ടീഷ് നടപടിയിൽ അസന്തുഷ്ടരായി. തുടർന്ന് അവധ് 1857 കലാപത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മാറി. ഒറ്റനോട്ടത്തിൽ മുഴുവൻ യൂണിറ്റ്. ഇനി ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഒന്ന് ചുരുക്കി ഓർത്തെടുക്കാം. 1773 റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കമ്പനിക്കുമേലുള്ള ആദ്യ പ്രധാന നേരിട്ടുള്ള ഇടപെടൽ. 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇരട്ട നിയന്ത്രണ സംവിധാനം.
1813 ചാർട്ടർ ആക്ട്. കമ്പനിയുടെ വ്യാപാര കുത്തകയിൽ വലിയ മാറ്റം. 1833 ചാർട്ടർ ആക്ട്. കമ്പനിയുടെ വ്യാപാര പ്രവർത്തനങ്ങൾ അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്രിയ വിദ്യാർത്ഥികളെ, കേരള PSC, UGC നെറ്റ്, JRF പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിശ്വസനീയമായ ക്ലാസുകളും പരീക്ഷാ നോട്ടുകളും പ്രധാന MCQകളും PYQ ചോദ്യങ്ങളും ഏറ്റവും പുതിയ പരീക്ഷാ അപ്ഡേറ്റുകളും ലഭിക്കാൻ PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിജയയാത്രയിൽ ഒപ്പമുണ്ട് PSC ചാലഞ്ചർ പ്രോ നെറ്റ് ആൻഡ് JRF. വിജയത്തിലേക്ക് ഒരുമിച്ച് മുന്നേറാം. നന്ദി.